ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പല്ലുവേദന വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ സമീപിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ രാത്രിയിലൊക്കെ നമുക്ക് പല്ലുവേദന വന്നു കഴിഞ്ഞാൽ ആശ്വാസം ലഭിക്കാനായിട്ട് വീട്ടിൽ ചെയ്യാവുന്ന കുറച്ച് വീട്ടുവൈദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, ഇതൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. നമുക്ക് വേണ്ടത് 1 അല്ലെങ്കിൽ 2 ഗ്രാമ്പുവാണ്. പല്ലുവേദന സ്വിച്ചിട്ട പോലെ നിൽക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഗ്രാമ്പു. പല്ലിന് ചുറ്റുമുള്ള വീക്കവും നീരും ഒക്കെ കുറയ്ക്കാനായിട്ടുള്ള കഴിവ് ഗ്രാമ്പുവിനുണ്ട്. നീരുണ്ടെങ്കിൽ അതും കുറയ്ക്കാനായിട്ട് ഗ്രാമ്പു ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കും. വായിലെ ബാക്ടീരിയകളൊക്കെ അകറ്റാനായിട്ടും നല്ലതാണ്. പിന്നെ നമുക്ക് അടുത്തായിട്ട് വേണ്ടത് മുത്തിൽ അല്ലെങ്കിൽ കുടവൻ എന്ന് പറയുന്ന ഹെർബൽ പ്ലാന്റ് ആണ്. നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടാകുന്നൊരു പ്ലാന്റാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു 5 ഇല വരെയൊക്കെ നമുക്ക് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. കുടവൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു കാര്യം, അധികം മൂക്കാത്ത ഒരു പേരയില എടുത്താലും മതി. ഇത് 2 കാര്യങ്ങളും കൂടി നമ്മൾ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിനിടയ്ക്കൊരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളെന്നുകൂടി സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മളിത് ചതച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതൊരു കോട്ടണിൽ വെച്ച ശേഷം വേദനയുള്ള പല്ലിൽ വയ്ക്കുക, എന്നിട്ട് കുറച്ച് സമയം കടിച്ചു പിടിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ വേദന വളരെ വേഗത്തിൽ തന്നെ ശമിക്കുന്നതാണ്. അപ്പോൾ ഈ ടിപ്പ് നിങ്ങളെല്ലാവരും നോട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ അടുത്തായിട്ട് പറയാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, ഒത്തിരി പോഷകമൂല്യമുള്ള ഒന്നാണ് നമ്മുടെ എല്ലാവരുടെയും അടുക്കളയിലുള്ള ഉരുളക്കിഴങ്ങ്. അപ്പോൾ പല്ലുവേദനയുള്ളവർ ഉരുളക്കിഴങ്ങ് ഒരു കഷ്ണം അരിഞ്ഞ് ഉപ്പ് ചേർത്തിട്ട് ചതച്ച് വേദനയുള്ള ഭാഗത്ത് വയ്ക്കുന്നത് വേദന അകറ്റാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. സാധിക്കുന്ന അത്ര സമയം വായിൽ വയ്ക്കാനായിട്ട് ശ്രമിക്കുക. പല്ലുവേദനയുള്ളപ്പോൾ നമ്മൾ ഉപ്പുവെള്ളം കൊണ്ട് വായ കഴുകുന്നത് വളരെ നല്ലതാണ്. കവിളിൽ കൊള്ളുന്നത് നല്ലതാണ്. വേദന മാറ്റാനും അതുപോലെ പല്ലുകളുടെ ആരോഗ്യത്തിനും ഒക്കെ ഗുണം ചെയ്യുന്നൊരു കാര്യമാണ് ഉപ്പിട്ട് തിളപ്പിച്ച ഇളം ചൂടുള്ള വെള്ളം ഉപയോഗിക്കുക എന്നുള്ളത്. ദിവസത്തിൽ 2 പ്രാവശ്യം നമുക്ക് ഇതേപോലെ ഗാർഗിൾ ചെയ്യുന്നത് നല്ലതാണ്. വായ്ക്കകത്ത് മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതും സുഖപ്പെടാനായിട്ട് ഈ പറയുന്ന ഉപ്പുവെള്ളത്തിന് കഴിവുണ്ട്. പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ഉപയോഗിക്കുന്ന ഏത് പേസ്റ്റ് ആണെങ്കിലും പേസ്റ്റ് കുറച്ചതിന് ശേഷം നമുക്ക് മറ്റു ചില ഹെർബൽ ഇൻഗ്രീഡിയൻസ് നമുക്കിതിൽ ആഡ് ചെയ്യാവുന്നതാണ്. അതായത് ശുദ്ധമായ മഞ്ഞൾപ്പൊടി നമുക്ക് പേസ്റ്റിൽ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് പല്ല് തേക്കുന്നത് പല്ലിലെ പ്രശ്നങ്ങളൊക്കെ അകറ്റാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റിയ മറ്റൊരു കാര്യമാണ് ചുക്കുപൊടി. ചുക്കുപൊടിയും നമുക്ക് ഇതേപോലെ ആഡ് ചെയ്യാം. അതുപോലെ കുരുമുളക് പൊടിച്ചത് ആഡ് ചെയ്തിട്ട് പല്ല് തേക്കാം. ഉപ്പ് ചേർത്തിട്ടും പല്ല് തേക്കാം. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ പല്ലിലെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ കുറയ്ക്കാൻ സാധിക്കും. ഇനിയും കൂടുതലായിട്ട് പ്രശ്നങ്ങൾ ഉള്ളവർ പല്ലിൽ എന്തെങ്കിലും കേട് കാര്യങ്ങളുണ്ടെങ്കിൽ ദന്തിസ്റ്റിനെ കണ്ട് അത് അടപ്പിക്കാനായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പല്ലുവേദന വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് സുഖപ്പെടുത്താവുന്ന ഒരു കാര്യമാണ് മാവല ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹോം റെമഡി. നമ്മൾ അതിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ എടുത്തു തരാം. വളരെ എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ടിപ്പാണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുള്ള ടിപ്സുകളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഉടൻ തന്നെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.